നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഡോളറിനെതിരെ മൂല്യം ഉയർത്തി ഇന്ത്യൻ രൂപ. 5 ആഴ്ചയ്ക്കിടയിലെ ഏറ്റവും ഉയർന്ന മൂല്യത്തിലേക്കാണ് ഇന്ത്യൻ രൂപ ഇന്ന് കുതിച്ചത്. വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകരുടെ ഡെബിറ്റ് മാർക്കറ്റിലേക്കും ലോക്കൽ ഇക്വിറ്റികളിലേക്കുമുള്ള നിക്ഷേപം വർദ്ധിച്ചതായാണ് ഇന്ത്യൻ രൂപയുടെ മുന്നേറ്റത്തിന് കാരണമായത്. വ്യാപാരം ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ രൂപയുടെ മൂല്യത്തിൽ മുന്നേറ്റമുണ്ടായത് ശുഭസൂചനയായിട്ടാണ് നിക്ഷേപകർ കാണുന്നത്. രാവിലെ 9:10 രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 70.57 എന്ന നിരക്കിലേക്ക് ഉയർന്നിരുന്നു. വെള്ളിയാഴ്ച വ്യാപാരം അവസാനിക്കുമ്പോൾ മൂല്യം 70.81 എന്ന നിരക്കിലായിരുന്നു. ആകെ നേട്ടം 0.36%. ഡോളറിനെതിരെ മുന്നേറ്റം തുടർന്നാൽ രൂപയ്ക്ക് ഇനിയും മികച്ച മൂല്യത്തിലേക്ക് എത്താനാകും. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 30 ഇതിനു മുൻപ് മൂല്യം 70.56 എന്ന തലത്തിലേക്ക് ഉയർന്നത്. 10 വർഷം വരെ കാലാവധിയുള്ള സർക്കാർ ബോണ്ടുകളുടെ പലിശ നിരക്ക് 6.443% നിന്ന് 6.457% ഇന്ന് ഉയർന്നത്. രാവിലെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകളും ശുഭസൂചനയാണ് നൽകിയത്. മുംബൈ ഓഹരി സൂചികയായ സെൻസെക്സ് 0.36% ഉയർന്നു. നേട്ടം 145.35 പോയിന്റാണ്. സൂചിക നിലവിൽ 40,310.38 പോയിന്റിലാണ് ഉള്ളത്. അതേസമയം തുടർച്ചയായി 7ാമത്തെ ദിവസവും ഓഹരി വിപണിയിൽ കുതിപ്പ് തുടരുകയാണ്. സെൻസെക്സ് 200ലേറെ പോയിന്റ് ഉയർന്ന് എക്കാലത്തെയും ഉയർന്ന നിലവാരമായ 40,412-ലെത്തി. ICICI ബാങ്ക്, RIL, ITC, TCS, HDFC ബാങ്ക് എന്നീ ഓഹരികൾ കുതിപ്പ് തുടർന്നതോടെ BSE സെൻസെക്സ് 269 പോയിന്റ് ഉയർന്ന് 40,434.83 എന്ന നിലയിലെത്തി. രാവിലെ സെൻസെക്സ് 186 പോയിന്റ് ഉയർന്ന് 40,351 എന്ന പോയിന്റ് നിലയിലും നിഫ്റ്റി 50.62 പോയിന്റ് ഉയർന്ന് 11,953 പോയിന്റിലും എത്തി. NSE നിഫ്റ്റി 75.85 പോയിന്റ് ഉയർന്ന് 11,966.45 ഇത് 12,000 പോയിന്റിന് അടുത്തെത്തിയെന്ന് PTA റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.